ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായി. നാട്ടിലെത്തിയാൽ പിന്നെ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഹെയർ കട്ട്, പിന്നെ ഡെൻറ്റിസ്റ്റ്. ഇത് രണ്ടുമാണ് കേട്ടോ. നാട്ടിൽ വന്ന ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് എല്ലാ വർഷം വരുമ്പോഴും. കാരണം നാട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടല്ലോ. അതുവരെ മുടിയൊന്നും വെട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ വന്നത് നേരെ ഞാനും അമ്മൂസും കൂടെ ഹെയർ കട്ടിന് വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോയത് തോപ്പുംപടിയിലുള്ള ടോണിയൻ ഗൈയിലാണ്. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് മുടിയൊക്കെ വെട്ടി അവർ സ്റ്റൈലൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുടിയിൽ ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. ഇത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട് പഴയ രൂപത്തിലോട്ട് തന്നെ മുടി പോവും. ഇപ്പം എന്താണെങ്കിലും നല്ല സ്റ്റൈലാക്കിയിട്ടൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മൂസ് പറഞ്ഞ പോലെ അമ്മൂസിൻ്റെ മുടിയും വെട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായി വെട്ടിയിട്ടുണ്ട്. അമ്മൂന് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ മറ്റേ സ്റ്റൈലൂടെ ചെയ്തപ്പോഴത്തേക്കും നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മൂസിന് തന്നെ അമ്മൂനെ കണ്ടിട്ട് മതിയാവണ്ടായില്ല. ഫുൾ ടൈം മിററിൽ നോക്കലും സെൽഫി എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നോർമലി നമ്മൾ നാട്ടിൽ വന്ന് പോകുമ്പോഴത്തേക്ക് അമ്മുവിൻ്റെ ഹെയർ ഒരു ഷോൾഡർ ലെങ്ത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം എന്ത് പറഞ്ഞിട്ട് അമ്മൂസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമല്ലേ, ലോങ് ഹെയർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളും ഓക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഫെലുഡ നേഷനിൽ കയറി. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ളൊരു ഔട്ടിംഗ് ആയിരുന്നു ഒരു ദിവസം. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ ഇതേ വേറൊരു ദിവസമാണ് നമുക്കൊരു മനസ്സമ്മതം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കസിൻ്റെ മോളാണ് കേട്ടോ ഇത് വൈകിട്ട് തന്നെ നമുക്ക് എയർപോർട്ടിലോട്ടും കൂടെ പോകേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ വരുന്നുണ്ടായിരുന്നു ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. ഇല്ലേ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിലും പോയിട്ടുണ്ടായിരുന്നേ. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ട ഉണ്ടല്ലോ. അപ്പോൾ അമ്മൂസ് കുറേ നാളായി പറയുന്ന അമ്മൂസിന് ആനേനെ കാണണമെന്ന്. അപ്പോൾ അങ്ങനെ ആനേനെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അമ്മു കാറിൽ കയറിയത് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറിൽ ഭയങ്കര ക്ഷീണമാണ്. എല്ലാ ദിവസവും ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണത്തിലാണ് കേട്ടോ ആൾ. അപ്പോൾ കാറിൽ കയറി അപ്പം തന്നെ ഉറങ്ങും. പിന്നെ സ്ഥലം എത്തുമ്പോൾ ഇറങ്ങും. ഇതാണ് അമ്മുവിൻ്റെ പരിപാടി. ഞാൻ വീഡിയോ എടുക്കണം. നമ്മളങ്ങനെ ആനക്കോട്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ആനകളുണ്ട്. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് കൂടുതൽ ആനകളും മദപ്പാടിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ എണ്ണത്തിന് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ള ആനകളൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മൂസാണെങ്കിലും ഇത്ര അടുത്ത ആനകളെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതും ഇത്രയും ആനകൾ. ഈ സ്ഥലം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ആനകളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കതിൽ കൂടെ നടക്കാനാണെങ്കിൽ ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പും നല്ല തണലും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ചൂടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുറേ ആനകൾ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്, കുറേ പേരെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചില ആനകളിൽ നിന്ന് അവിടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ മേത്തോട്ട് ഇടണ്ട. ഇപ്പോൾ കുറച്ച് ആനകളെയൊക്കെ ഇങ്ങനെ തിരിച്ചാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്. നമുക്ക് അവരുടെ ബാക്ക് സൈഡായിരുന്നു കാണാൻ പറ്റുന്നുണ്ടായത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് മതത്തിൽ നിൽക്കുന്ന ആനകളാണ്, മതപ്പാടുള്ള ആനകളാണ്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ നമ്മുടെ ദേഹത്തോട്ട്, കാണാൻ വരുന്ന ആൾക്കാരുടെ ദേഹത്തോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് എറിയും. അതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയേക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. നല്ല സുഖമുണ്ടാവും. ഇവിടെ ഒരാളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു അനുസരണയാണെന്നറിയോ, പറയുന്നതെല്ലാം അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ.
എല്ലാം ചെയ്യണ്ടല്ലേ ഇന്ന് ഊണം 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 ഊണ് ഊണം നേരണ്ട ആ ആന കേട്ടോ നിന്നോട് പറഞ്ഞ അവിടെ ആന ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? കാല് വെച്ച് പുള്ളായിട്ട് നോക്കിയാ അറിയാലേ എന്ത് അല്ല നൈസായിട്ട് കാല് വെച്ചിട്ട് ഇല്ല, അതാ ഞങ്ങളുടെ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് പോയതാ. ഒഴിയാന് ഒഴിയാന് അങ്കളാച്ച് ഞങ്ങളുടെ ഇടയിൽ പൈപ്പ് വെച്ച് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അവിടുന്ന് കണ്ടപ്പോ കുഞ്ഞ്, ഇവിടുന്ന് പോയപ്പോ പോലിച്ചു. അവിടെ നിന്നപ്പോ കുഞ്ഞു പോലെ തോന്നി, പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഭയങ്കര വലുത് പോലെ. ഇഷ്ടപ്പെട്ട ആനക്കോട്ട? എത്ര ആനേനെ കണ്ടു? 1 2 3 4 5 ആ കൊറേ ഉണ്ട്. ഇതൊക്കെ മതപ്പാടിലുള്ള ആനകളാണ്, അതാണ് അങ്ങോട്ട് തിരിച്ചു നിർത്തിയേക്കുന്നത്. മിക്കവാറും എല്ലാ ആനകളും മതപ്പാടിലാണ്. കുറച്ച് ആനകൾ ഇങ്ങോട്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ആനക്കോട്ടയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മള് എന്താ സ്ഥലത്തിന്റെ പേര്? ഫാം വില്ല. ആ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 8 കിലോമീറ്റർ ആട്ടോ അങ്ങോട്ട് കാണിക്കുന്നേ. അപ്പോൾ അമ്മ കുറെ നാളെ ഈ പെറ്റ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പെറ്റ് സ്റ്റേഷൻ അത്രയും ദൂരെ ആയതുകൊണ്ട് പോവാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം അമ്മൂനെ ഇവിടെ കാണിച്ച് ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. എല്ലാ ഫേമസ് ആനകൾക്കെല്ലാം മതപ്പാടാണ്, അതുകൊണ്ട് കുറച്ച് തന്നെ കാണാൻ പറ്റും.